ഉണ്ടാകും അങ്ങനത്തെ ഒരു കട്ടിയും കനവും. അവരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ സുവർണാവസരം ഏറെ കിട്ടിയത്. ജീവിതത്തിൽ എല്ലാ രാത്രിയിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുന്ന വലിയൊരു മഹാനാണ് ഇമാമുന ശിബിലി റളിയല്ലാഹു തആല അൻഹു. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. സ്വപ്നത്തിൽ കാണുന്നത് ഭാഗ്യമാണോ? ഭാഗ്യം തന്നെയാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫിൽ യഖ്ളാ മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ മൻ റആനി ഫിൽ മനാമി ഫകഅന്നമാ ഖദ് റആനി. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വന്നൊരു ഹദീസാണത്. അതിൽ ഒരു റിപ്പോർട്ടിൽ എന്നെ ഉറക്കത്തിൽ കാണുന്നവൻ ഉണർവിൽ എന്നെ കാണാൻ കഴിയുന്നവനാണ്. ഭാഗ്യം അവന് ഇനിയും ബാക്കിയുണ്ട് എന്നർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതിനേറ്റവും അധികം നമ്മിലുണ്ടാവേണ്ടത് ഇത്തിബാഅ്, കറകളഞ്ഞ അനുധാവനത്തിന്റെ ശൈലി വേണം. അവിടെയാണ് ഞാനൊരു ഉദാഹരണത്തിൽ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നത്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഫർള് നിസ്കാരത്തിന്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5 വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയ ആയത്ത് 40-50 വർഷം ഓതിയ മഹാനാണ് ഇമാമുന ശിബിലി. എല്ലാ ഫർള് നിസ്കാരവും നിസ്കാരത്തിന്റെ ശേഷമുള്ള ഔറാദുകളൊക്കെ കഴിഞ്ഞ ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഞാൻ ആ ആയത്തിന്റെ അർത്ഥങ്ങൾ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. വിശദമായ 5 വിശേഷണങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആ ഒരായത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതെല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മുത്തുനബി തങ്ങളെ ഓർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഓതുന്ന മഹാനാണ് ഇമാമുന ശിബിലി. ഒരു ഓത്ത് മാത്രമല്ല അവിടുത്തെ അനുധാവനം അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരൊറ്റ വുളു എടുക്കുമ്പോഴും മിസ്വാക്ക് ഒഴിഞ്ഞു പോകാത്ത മഹാനാണ് ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു. അത് പറയുമ്പോ നമ്മളൊക്കെ ഒന്ന് തല ശരിക്കും അല്ലേ? ഒരു മിസ്വാക്ക് കൊണ്ടെടുക്കാനാണ് അത്ര പണി. അറബികൾക്ക് അതിൽ നമ്മളെക്കാൾ അധികവും ഭാഗ്യമുണ്ട്. നിസ്കാരത്തിന്റെ സമയത്തും വുളുവിന്റെ സമയത്തും പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും എല്ലാ സമയങ്ങളിലും മിസ്വാക്ക്. ഒരു അറബി ഒരു പള്ളിയിലേക്ക് കയറുമ്പോൾ എത്ര സമയം മിസ്വാക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഇങ്ങനെ നിന്ന് നോക്കിയാൽ കാണാം. ബിസ്മില്ലാ എന്നും പറഞ്ഞ് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് അങ്ങനൊക്കെ പറയണ്ടേ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി മാത്രം മതിയോ? എന്താ ഉസ്താദന്മാരൊന്നും ഉണ്ടാത്ത? ഇത്ര മാത്രം മതിയോ? പോരാ. ബിസ്മിയും വേണം, സ്വലാത്തും വേണം, കൂടെ ദുആയും വേണം. ഒക്കെ കൂട്ടത്തിലുണ്ട്. ഇനി ഒക്കെ കൂടി ഇല്ലെങ്കിൽ ഒക്കെ കൂടാത്തും കൂടെ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ. അത് ചൊല്ലിയിട്ട് അങ്ങോട്ട് കയറുമ്പോ പള്ളിയിലേക്ക് അങ്ങോട്ട് വലത്തെ കാല് വെച്ച് കയറുമ്പോ മിസ്വാക്ക്. അങ്ങനെ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെ അറിയോ? ഈ പെരിച്ചായനെ പുറപ്പെടുവിക്കും പോലെ നമ്മളെ മിസ്വാക്ക്. അതൊരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ നിലക്കിടന്ന് അങ്ങനൊന്നുമില്ല. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ പല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരസുക, കഴിയാണെങ്കിൽ നാവിലൊന്ന് ഉരസുക, അത്രേ മിസ്വാക്കുള്ളൂ. അതേ മിസ്വാക്കുള്ളൂ. അങ്ങനെ ഒരു കുത്തിർക്കണം. അതിനുള്ള ക്ലോസപ്പും ക്ലോസറ്റും ഒന്നായിട്ട് ഇങ്ങനെ വരമ്പിടണോ? ഒന്നും വേണ്ട. ഒരള്ള ഒരു വസ്തു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിച്ചാൽ മിസ്വാക്കായി. അങ്ങനെ അത് കീശയിലിട്ട് പിന്നെ നേരെ പള്ളിയിലെത്തി ഒന്ന് തഹിയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കാണ്. കീശ നിർത്ത് ഒന്നുകൂടി തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ അറബി ഒരു ചെറിയ ദുആ നടത്താൻ പോകാണ്. അപ്പോഴൊന്ന് മിസ്വാക്ക് ചെയ്തു. ആ ദുആ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സംസം കുടിക്കണം തോന്നുകയാണ്. അപ്പുറത്തന്നെ സംസം ഉണ്ട്. സംസം കുടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്നുകൂടി മിസ്വാക്ക് ചെയ്തു. സംസം കുടിച്ചു. സംസം കുടിച്ചു കഴിഞ്ഞിട്ട് മുസഫ് എടുക്കാൻ പോകാണ് കുറച്ചേരം ഓതാൻ. അപ്പോഴും മിസ്വാക്ക് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിയിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് എത്ര മിസ്വാക്കാണ്, എത്ര ഇത്തിബാണ്, എത്ര പുണ്യമാ ലഭിച്ചത്.
മിസ്വാക്ക് ചെയ്ത് നിസ്കരിക്കാനിരിക്കുന്ന അവരും നേരെ അപ്പുറത്ത് നിസ്കരിക്കാനിരിക്കുന്ന നമ്മളെ നിസ്കാരവും തമ്മിൽ 70% മാറ്റല്ലേ? റക്അത്താനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്. മിസ്വാക്കോട് കൂടെയുള്ള 2 റക്അത്ത് മിസ്വാക്ക് ചെയ്യാത്ത 70 റക്അത്തിനേക്കാളും മെച്ചമാണ്, ശ്രേഷ്ഠതയുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ എത്ര ഇത്തിബാ കിട്ടുന്നത്? തറാവീഹിന് ഒരാളെടുത്ത് നോക്കുമ്പോ ഈ 2 റക്അത്തിന്റെ തുടക്കത്തിലുണ്ട് മിസ്വാക്ക്. അപ്പൊ എത്ര ഇത്തിബായി? ഈ 2 റക്അത്തായിട്ടാണ് തറാവീഹ് നിസ്കരിക്കുക. അപ്പൊ ഓരോ ഈ 2 റക്അത്തിന് കൈകെട്ടുമ്പോഴും അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നേ ആ മിസ്വാക്കും കീശയിലിട്ട് ഇനിയിപ്പോ അവിടെ ഒന്ന് വാസനിച്ച് അല്ലാതെ തന്നെ നമ്മളെ ശരീരത്ര വാസനിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ മാത്രമേ വാസനിക്കുള്ളൂ. വാസനിച്ചാലും കഴുകേണ്ടതല്ലേ ഈ ഡ്രസ്സൊക്കെ? നമ്മളെ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ പിന്നെ അത്ര തേക്കാതെ തന്നെ സുഗന്ധം മുടക്കുന്ന ശരീരമൊന്നും അല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇത്തിബാണ്! എപ്പോഴും അത്തറ് വാങ്ങിയിട്ട് കയ്യിൽ ഇങ്ങനെ പരക്കെ തേക്കുന്ന മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഖാദിം. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കയ്യിൽ അത്തറ് തേക്കുന്നതെന്ന്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കണ്ടാൽ കൈവിടാതെ പിടിച്ചു മുത്തുന്ന ഒരാളുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ്, എപ്പോ കണ്ടാലും കൈവിടാതെ, എപ്പോ കണ്ടാലും കൈവിടാതെ കൈ പിടിച്ചു മുത്തും. ഒരു പ്രാവശ്യം കണ്ട് പിന്നെ ഞാനൊന്നും ഇങ്ങോട്ട് തിരിച്ച് പിന്നെയും കണ്ട പിന്നെയും പിടിച്ചു മുത്തും. അങ്ങനെ ളുഹർ നിസ്കാരത്തിന് പോയി വന്നാൽ അപ്പോഴും മുത്തും, അസ്ർ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ അപ്പോഴും മുത്തും. അങ്ങനെ എപ്പോ കണ്ടാലും എന്റെ അരുമ ശിഷ്യൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു എന്റെ കൈ വിടൂല. അപ്പൊ സാബിത്ത് റളിയല്ലാഹു അൻഹു എപ്പോഴും പിടിച്ചു മുത്തുന്ന കൈയാണ് എന്റെ കൈ. എന്റെ ശിഷ്യൻ പറയുന്നത്, എത്രയോ തവണ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു കൈയല്ലേ? എത്രയാണ് ഈ കൈ മുത്താൻ എനിക്ക് വകുപ്പുണ്ടാകുക എന്ന് എനിക്കറിയില്ലല്ലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് കൈമുത്തുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കൈമുത്താൻ പറ്റിയ ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ബാപ്പയും ഉമ്മയുമാണ്. ഉസ്താദുമാരെ എപ്പോഴും കിട്ടിക്കോളണമെന്നില്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും കൈമുത്തൽ സുന്നത്താണ്. ഉംറക്ക് പോകുമ്പോ അടുത്ത ആള് പറഞ്ഞു, ഒക്കെ പറഞ്ഞ എല്ലാവരും പറഞ്ഞു, ആരാ വീട്ടിലുള്ളത്? ഉമ്മ ഉണ്ട്, എന്നാ ഉമ്മാന്റെ കൈ ഒന്ന് പിടിച്ച് മുത്തിക്കോളും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ കൈ പിടിച്ച് സലാം പറഞ്ഞു പോന്നാ പോരെ, മുത്തണോ? സംശയം. ബാപ്പാന്റെയും ഉമ്മാന്റെയും കൈമുത്തൽ സുന്നത്താണ്, ക്വാളിഫിക്കേഷൻ നോക്കിയല്ല. അതിന് കാരണം ബിൽ വിലാദ, നമുക്കവർ ജന്മം നൽകി എന്നുള്ളതാണ് അതിന്റെ മഹത്വമുള്ള കാരണം. ഒരു ഇൽമുമില്ലാന്ന് എഴുതിക്കോളി ബാപ്പാക്കും ഉമ്മാക്കും, എന്നാലും സുന്നത്തുണ്ട്, കൈ പിടിച്ച് മുത്തണം. ജോലിക്ക് പോകുന്ന ഒരാൾ രാവിലെ വാങ്ങുന്ന ഒരു ബറക്കത്തിന്റെ ഭംഗിയാണത്. നല്ല സ്നേഹമുള്ള ഒരു ചുംബനം, ഉമ്മാന്റെ കൈ പിടിച്ച് നീ ഒന്ന് മുത്തിക്കോ, അത് നിനക്കൊരു ബറക്കത്താണ്, നല്ലതാണ്. യാത്ര പറഞ്ഞു പോകുമ്പോ ഏതായാലും അത് സുന്നത്താണ്, ബാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മുത്തൽ. നിക്കാഹിനിറങ്ങുന്ന ആള്, പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന ആള് സ്വീകരിക്കേണ്ട സുന്നത്തുകളെ കൂട്ടത്തിൽ ഒരു സുന്നത്തും കൂടിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പറഞ്ഞപ്പോൾ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയമാണ് നമ്മൾ പറഞ്ഞെത്തിയത്. വുളു എടുക്കാൻ വേണ്ടി വന്നിട്ട് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു അരയിൽ ഇങ്ങനെ തപ്പുന്നു, മിസ്വാക്ക് കാണുന്നില്ല. പടച്ചോനെ, മിസ്വാക്കില്ലാത്തൊരു വുളുവോ? ജമാഅത്തിന് ആൾക്കാർ കാത്തിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ എന്തായിരിക്കും അടുത്ത മീറ്റിംഗിലെ തീരുമാനം? ഞാനിപ്പോ അത് പറയുന്നില്ല, പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, പറയാൻ നേരമില്ല, അതൊക്കെ കൂടി പറയാൻ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു കാത്ത് അകത്തെ പള്ളിയിലും പുറം പള്ളിയിലും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു മിസ്വാക്ക് തപ്പിത്തെരയുന്നു, മിസ്വാക്ക് കാണുന്നില്ലല്ലോ. പടച്ചോനെ, മിസ്വാക്ക് എവിടെ പോയി, എവിടെ വീണുപോയി? ഒരാൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങളെ കാത്തിരിക്കുന്നു ജനങ്ങൾ, എന്താ വുളു എടുത്ത് തീരാത്തത്? ശിബിലി ഇമാം തങ്ങൾ പറയുന്നു, മിസ്വാക്കില്ലാത്ത ഒരു വുളു എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ വുളു ചെയ്തത് മിസ്വാക്കോടുകൂടെയാണ്. കൂട്ടുകാരെ, ഞാനൊന്ന് പറയട്ടെ, കിടക്കുന്ന നേരത്തൊരു വുളു എടുക്കൽ സുന്നത്താണ്.
കാമിലായ ഉളു എടുക്കണം. ഒരൊറ്റ ദിവസവും കാമിലായ ഉളു എടുക്കാതെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മിസ്വാക്ക് ചെയ്ത് മാത്രം കിടക്കാൻ പോകരുത്. മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു ഉളു എടുക്കണം. മിസ്വാക്ക് ചെയ്യുമ്പോ ഉളുവിന്റെ മിസ്വാക്ക് വരണം. മിസ്വാക്ക് എന്ന സുന്നത്ത് ആദ്യം നിർവഹിച്ചുകൊണ്ട് പിന്നെ അഊദും ചൊല്ലി ഉളു എടുക്കലല്ല. മിസ്വാക്ക് എപ്പോഴാ നിർവഹിക്കേണ്ടത്? ആദ്യം നീ നിർവഹിക്കേണ്ടത് അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് നിന്റെ ദിക്റും ചൊല്ലിയിട്ട് മുൻകൈ കഴുകണം. മുൻകൈ കഴുകിയ ശേഷം പിന്നെ മുൻകൈ കഴുകിയ ശേഷമാണ് മിസ്വാക്ക്. മിസ്വാക്ക് ചെയ്ത ശേഷം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുമാണ്. മിസ്വാക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആദ്യം ചെയ്തിട്ട് പിന്നെ എല്ലാം മുൻകൈ കഴുകേണ്ടത്. അപ്പൊ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. ഉളൂവിന്റെ മിസ്വാക്കും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കും രണ്ടും ഒരു കർമ്മം കൊണ്ട് ലഭിക്കാൻ അഊദും ബിസ്മിയും ചൊല്ലി സുന്നത്തും കരുതിയിട്ട് ഉളൂയിലേക്ക് പ്രവേശിച്ച ശേഷം പിന്നെ മിസ്വാക്ക് ചെയ്യുക. ആ മിസ്വാക്കിന് രണ്ട് നിയ്യത്തും ഒരുമിച്ച് കരുതുക. ഉളൂവിന്റെ മിസ്വാക്കും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കുമാണ് നിർവഹിക്കുന്നത്. എന്നാൽ ഉളൂവിന്റെ മിസ്വാക്കും കൂടെ കിട്ടി. അതേ സമയത്ത് ആദ്യം മിസ്വാക്ക് ചെയ്തിട്ട് മുൻകൈ ചെയ്തിട്ട് നിങ്ങൾ ഉളു എടുക്കുമ്പോ ഉളൂവിന്റെ മിസ്വാക്ക് അതിലില്ല. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു സുന്നത്ത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാ ചെയ്യേണ്ടത്. ആദ്യം മൂത്രയ്ക്കാൻ പോയി പിന്നീട് വന്നിട്ട് മിസ്വാക്കൊക്കെ ചെയ്തിട്ട് മിസ്വാക്ക് ഒരു ഭാഗത്ത് ചാവുബില്ലാവശ്യം അങ്ങനല്ല നിർവഹിക്കേണ്ടത്. പുതിയതായിട്ടുണ്ടായ മസല ഒന്നല്ല, മസല പഴയ തന്നെയാണ്. നമുക്ക് പുതിയതായി തോന്നുന്നത് നമ്മൾ ചെയ്യാത്തോണ്ടായിരിക്കും. നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് മിസ്വാക്കും കിട്ടി. ശിബിലി ഇമാമിന്റെ ബേജാറ് മിസ്വാക്കില്ലാത്തൊരു ഉളുവോ, മഹാനവറുകൾ കീശയിൽ നിന്ന് കുറച്ച് ദിർഹം എടുത്തൊരാളെ കയ്യിലെടുക്കുന്ന ഒരു മിസ്വാക്ക് വാങ്ങിയിട്ട് വാങ്ങി. അപ്പൊ നേരത്തെ വന്ന ആള് പറഞ്ഞു, ഉസ്താദെ ആ മിസ്വാക്ക് വീട്ടിലുണ്ടെങ്കിൽ മിസ്വാക്കിന്റെ എണ്ണം കൂടിയില്ലേ? നമുക്കതല്ലേ പേടി, മിസ്വാക്കിന്റെ എണ്ണം കൊടുത്ത് ഇവിടെ സുന്നത്ത് നിലനിർത്തുന്നതല്ലേ വിഷയം, മിസ്വാക്കിന്റെ എണ്ണം കൂടുന്ന ആ വിഷയം. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൊടുക്കുന്ന ദുനിയാവിന്റെ ഈ നാണയത്തുട്ടിനേക്കാളും വിലയുണ്ട് എന്റെ ഹബീബിന്റെ സുന്നത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം മിസ്വാക്കോടുകൂടെയുള്ള ഉളു എടുത്തിട്ടാണ് ജമാഅത്തിന് നേതൃത്വം നൽകാൻ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പോകുന്നത്. എന്തൊരു ഇത്തിബാ നിലനിർത്തിയിട്ട് മോഡലുകളെ തള്ളിക്കളയൂ, പാശ്ചാത്യൻ സംസ്കാരങ്ങളെ പിഴുതുമാറ്റൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതമാകുന്നത്. ഒരു സൽക്കാരം നിങ്ങൾ സംഘടിപ്പിക്കുമ്പോ നല്ലതാണ്, നബി തങ്ങളെ സുന്നത്താണ് ളിയാഫത്ത്. ളിയാഫത്തിന്റെ ആദാബൊക്കെ പാലിക്കണം. ആതിഥേയൻ ഏറ്റവും നല്ല ആതിഥ്യ മര്യാദ സ്വീകരിക്കണം. അത് മുഴുവനും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. കല്യാണപ്പുരയിൽ ഇരിക്കുന്ന ആളുകളോട് കല്യാണം കഴിച്ച് പുതുമണവാട്ടി വീട്ടിലേക്ക് വന്ന ദിവസം ആ പുതുമണവാട്ടിക്കും അവിടത്തെയുള്ള പുതുമാരനും ഉറക്കിനും സ്വസ്ഥമായ രീതിയിൽ വിശ്രമിക്കുന്നതിനും തകരാറാകുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കുശലം പറഞ്ഞിട്ടോ ആരും പന്തലിലും പുറത്തും ഇരിക്കരുത്. അവര് പോയിക്കൊള്ളണം. ടൈം ആയാലും അവിടുന്ന് വേഗം സലാമത്താകണം. പിന്നെ അവിടെ അങ്ങനെ ഇരിക്കരുത്. രാത്രി എന്താണ്, പാതിരാക്ക് എന്താണ്, ആ കിടക്കുന്ന ആ പുതുമണവാട്ടിയെയും മറ്റുമൊക്കെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ഓരോ അപഹാസ്യങ്ങളില്ലേ, സഹിക്കൂല സഹോദരങ്ങളെ, സുന്നത്തിനെതിരാ. കല്യാണം കഴിച്ചിട്ട് സദ്യ കൂട്ടിയിട്ട് പന്തലിൽ പിന്നെയും ഇരിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് അവരെ ഉണർത്തിയത്. ഫൈദാ തുഇംതും ഫന്തശിറു വലാ മുസ്തഅനിസീന ലിഹദീസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തടി സലാമത്താക്കിയോളണം, പിന്നെ അവിടെ ഇരുന്നിട്ട് സൊറ പറയരുത്, പിന്നെ വേഗം പോകണം. നബിതങ്ങൾക്ക് ഇത് പറയാൻ മടി ഉണ്ടാകും. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. സത്യം തുറന്നു പറയാൻ അല്ലാഹു തആലാക്ക് ഒരു ഹയാവുല്ല. അതുകൊണ്ട് ഇത് സ്വീകരിച്ച് വേഗം അവിടുന്ന് പോയിക്കൊള്ളണം. ഇപ്പൊ പുതിയാപ്പിള റൂമൊക്കെ കയറിയോ നോക്കുകയാണ് ചില ആളുകൾ എന്തൊക്കെ പൊട്ടിക്കാന്. അത് വളരെ ദുഷിച്ച ഏർപ്പാടാണ്. മുസ്ലിമിന് യോജിച്ച സംസ്കാരമല്ല അത് വേറെ ഏതോ ജാതിക്ക് പറ്റിയതാണ്. നമുക്കത് പറ്റൂല, മറ്റൊരാരും ചെയ്യണമില്ലത്.
നമ്മളല്ലേ ഈ ഇടങ്ങേറുടിച്ച സംഗതിക്കുള്ളത്, ഉറക്കം കെടുത്തുന്ന രൂപത്തിൽ. അതിന് ഇവനൊരു പക്ഷെ അതൊരു അദാബായിട്ട് വരും. കാരണം ഇപ്പം മറ്റാൾക്കാരിൽ പൊട്ടിക്കമ്പം പോയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇവിടെ പൊട്ടിക്കുന്നത്, അല്ല വരൂലല്ലോ. ഏതെങ്കിലും ഉസ്താദ്മാര് കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ പൊട്ടിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഉസ്താദ്മാർക്കല്ലല്ലോ പണി, വേറെ പൊട്ടിക്കാൻ പോണ പണിയാ. ഈ പുതിയ ആപ്പിള കുറെ ആൾക്ക് പൊട്ടിച്ചിട്ടുണ്ടാവും, പിന്നെ ഓരോ പൊട്ടിക്കാതിരുന്നാൽ മറ്റവർക്ക് ഉറക്കം വരൂല. അതുകൊണ്ടാണ് അവർ വരുന്നത്. പിന്നെ ആദ്യം പോകരുത്, അതൊരു ഇടങ്ങേറ് പിടിച്ച സംഗതിയാണ്. കല്യാണ ഭക്ഷണം കഴിച്ചിരിക്കുന്നിടത്ത് സംസാരിച്ചിരിക്കുമ്പോൾ വരെ അല്ലാഹു തആല ആയത്തിറക്കി അങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ പോകണം. ഏതാണ് ഈ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്? കല്യാണ സദ്യ നബിതങ്ങൾ കൊടുത്തിട്ട് പിന്നെ അവിടെ ഇരിക്കുകയാണ് കുറെ സ്വഹാബിമാര്. ഒരു വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദീസ് പറയാനിരിക്കുകയാണ്. വേണ്ട, പോണം, അവിടുന്ന് പോയിക്കൊള്ളണം. പുതിയ എണ്ണിനെ കാണാൻ എല്ലാരും വരാൻ പാടില്ല. പുതിയ എണ്ണിനെ കാണാൻ പറ്റുന്ന ആൾക്കാരെ വരാവൂ. പുതിയ എണ്ണ് വന്നിട്ടുണ്ട്, നാലക്കക്കാരൊക്കെ നോക്കുകയാണ്, എങ്ങനെയുണ്ട് പെണ്ണൊന്ന് നോക്കട്ടെ, പെണ്ണ് ഇപ്പൊ വന്ന് കയറിയതല്ലേ, പെണ്ണിനെ നോക്കട്ടെ, പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർ പിന്നെയും പിന്നെയും അവിടെ ഇങ്ങനെ തങ്ങുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. എന്തെങ്കിലും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പോയി ചോദിച്ചു വാങ്ങാനുണ്ടെങ്കിൽ വിരിയുടെ ഇപ്പുറത്തുനിന്ന് ചോദിച്ചുകൊണ്ട് കാര്യം സാധിച്ചിട്ട് വിരിഞ്ഞു പോയിക്കോളണം, അവിടെ അങ്ങനെ നിൽക്കരുത്. അതെന്നെ നമുക്കുള്ള നിർദ്ദേശം. കാണാൻ പറ്റുന്നവർ മാത്രം പോയി കാണണം. ആദിത്യ മര്യാദ സ്വീകരിക്കുന്നിടത്ത് വന്ന ആളുകളോട് വലിയ ബഹുമാനം കൊടുക്കണം. ആ വന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം വേണം, കൈ കഴുകാനുള്ള സൗകര്യം വേണം. മുന്നിലേക്ക് ആതിഥേയൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ഒരിക്കലും ചെമ്പിന്റെ ഭാഗത്തേക്ക് ആരോ മാർക്കിന്റെ ബോർഡും വെച്ച് ഏതെങ്കിലും പറമ്പിൽ പോയി തെങ്ങിലേക്കും കൗങ്ങിലേക്കും ചാരി നിന്നുകൊണ്ട് എരപ്പൻ രീതിയിൽ ഭക്ഷണം വിളമ്പി തിന്നുന്ന ഏർപ്പാട് ഇസ്ലാമിന്റെ സംസ്കാരമല്ല.